ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് അയാളോടുള്ള ഇഷ്ടം ഒരു ഘട്ടത്തിൽ പോലും കുറഞ്ഞിട്ടില്ല. അത് കൂടിയിട്ടേ ഉള്ളൂ. അയാളുടെ ഇഷ്ടം അയാളത് നേരിട്ട് തന്നെ എന്നെ അറിയിക്കട്ടെ. അങ്ങള് എന്തിനെ വിളിപ്പിച്ച്? നാളെയല്ലേ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്? അതെ. പോലീസ് സ്റ്റേഷനിലെ നിങ്ങളുടെ നിലപാട് നോക്കി വീണ ചിലപ്പോ കോടതി സമീപിക്കുമായിരിക്കും അല്ലേ? വീണയ്ക്ക് എല്ലാത്തിനും കഴിവുണ്ടങ്ങളെ. ചിലപ്പോ പോലീസ് സ്റ്റേഷനാവാം, ചിലപ്പോ കോടതിയാവാം, ചിലപ്പോ ഒരു കാരുണ്യവും ഇല്ലാത്ത ഗുണ്ടകളും ആവാം. ഇതിലിപ്പോ ഏതായാലും അവൾക്കെന്താ? ഞങ്ങൾക്കാർക്കും ഇതിലൊരു പരിഹാരവും പറയാൻ പറ്റില്ല. എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അങ്ങള് ഇത് ചോദിക്കാനല്ല എന്നെ വിളിപ്പിച്ചത്. സത്യമല്ലേ? വളരെ സീരിയസ് ആയിട്ട് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. താൻ അതിനെപ്പറ്റി മാനസികാവസ്ഥയിലാണോ എന്നറിയില്ല. മനസ്സിനിപ്പോ അങ്ങനെയൊന്നും ഇല്ല അങ്ങളെ. അതെല്ലാം കൂടെ അങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുക. അതിനിടയിൽ എന്ത് കേട്ടാലും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. മോനെ, രഘുവേട്ടൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിത്യയുടെ കാര്യമാണ്. ഹരി, നിത്യയുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ ഞങ്ങളുടെ സ്വന്തം മോളായി ദത്തെടുത്താണ് ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. ഇപ്പോ അവളുടെ അച്ഛനില്ല. നിത്യയുടെ എന്ത് കാര്യങ്ങളും ഇനി ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കേണ്ടത്. മോനെ, ഞങ്ങൾ ഇക്കാര്യം നിത്യയോട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കണം. പക്ഷേ അതിനു മുൻപ് ഹരിയുടെ വ്യക്തമായ ഒരു അഭിപ്രായം ഞങ്ങൾക്കറിയണമല്ലോ. നിത്യയ്ക്കൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഹരിയല്ലാതെ ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. ഹരി, ഇത്രയും നാള് സങ്കടപ്പെട്ട ഞങ്ങളുടെ മോള് ഇനിയുള്ള കാലമെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഒന്നിക്കേണ്ടത് നിങ്ങളാണ്. നിത്യ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഹരി പറഞ്ഞാൽ ഞങ്ങള് അവളോട് വേണമെങ്കിൽ ഇന്ന് തന്നെ. വേണ്ട ആന്റി, അത് ചെയ്യരുത്. നിങ്ങൾ രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരുന്ന് പറഞ്ഞ നിത്യ ചിലപ്പോൾ വഴങ്ങുമായിരിക്കും. ഇനി പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും. പക്ഷേ എന്റെ താല്പര്യം അതല്ല. നിത്യയ്ക്ക് എന്നോട് സിൻസിയറായിട്ടൊരു ഇഷ്ടം തോന്നട്ടെ. ജീവിതത്തിൽ ഞാൻ അയാൾക്ക് കൂട്ടായി വേണമെന്ന് അയാൾക്ക് തോന്നട്ടെ. ഞാൻ വെറുതെ എന്റെ നിലപാടൊന്നും കടുപ്പിക്കുകയല്ല. അതാ അതിന്റെ ഒരു ശരി. താൻ പറയുന്നത് ശരിയാണ്. പക്ഷേ അല്ല, നമ്മളൊന്നും എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ഇവിടൊക്കെ തന്നെ ഇല്ലേ? എനിക്ക് അയാളോടുള്ള ഇഷ്ടം ഒരു ഘട്ടത്തിൽ പോലും കുറഞ്ഞിട്ടില്ല. അത് കൂടിയിട്ടേ ഉള്ളൂ. അയാളുടെ ഇഷ്ടം അയാളത് നേരിട്ട് തന്നെ എന്നെ അറിയിക്കട്ടെ. അങ്ങളെ ഇത്രയും കാലം നമ്മൾ സഹിച്ചതല്ലേ. കുറച്ചു കാലം കൂടെ നമുക്കൊന്ന് കാത്തിരിക്കാം. ആ സമയം നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് അത് അയാൾക്കൊരു ആശ്വാസമാണ്. ഹരിയുടെ ഇഷ്ടം. നിങ്ങള് ഒന്നിച്ചു ചേരും ഹരി. ശ്രീരാമചന്ദ്രനെ പോലൊരാള് അവളുടെ ജീവിതത്തിൽ വരുമെന്ന് അവളുടെ ജാതകത്തിലുണ്ട്. അത് ഹരിയല്ലാതെ വേറെ ആരുമല്ല.
ആൻറ്റി, അങ്കിള്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഈ ഒരു കാര്യം ഹരി നേരത്തെ പറഞ്ഞതാ. ആ തീരുമാനത്തിൽ നിന്നും അവൻ മാറില്ല. നന്മയുള്ളൊരു തീരുമാനമല്ലേടൂ, അത് നടക്കട്ടെ. ആദ്യം വല്ലാതിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചതാ, നിത്യച്ചയെ കാണാൻ പോയാലോ എന്ന്. പറഞ്ഞ ഉടനെ അവൻ ചാടി ഇറങ്ങി. പക്ഷെ മനു, ജ്യോതിയോട് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ നിങ്ങക്ക്? അത് കുഴപ്പമൊന്നുമില്ല നിത്യച്ചേ, അയാൾ അറിയുമ്പോൾ ഹാപ്പി ആയിരിക്കും. അവന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ആദിമോനെ, മനുവിന് മോനോടുള്ള സ്നേഹം കണ്ടോ? മോൻ എന്ത് കാര്യമുണ്ടെങ്കിലും മനുവിനോട് പറഞ്ഞാൽ മതി. എപ്പോഴും പറയൂലോ ഞാനൊരു ആൺകുട്ടിയാ, എന്തേലും വന്ന സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നൊക്കെ. അത് നിത്യാമ്മക്ക് വേണ്ടിയല്ലേ? എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെ വേണം. അവിടെ എല്ലാവർക്കും മോനെ ഇഷ്ടമല്ലേ? അപ്പൊ മോനെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെ പെരുമാറണം കേട്ടോ. മോനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാ അവൻ നല്ല മോനാണെന്ന് കേക്കണ്ടേ? മനു, ജ്യോതിയുടെ പെരുമാറ്റത്തില് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിലവളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. വളരെ ചെറിയ പ്രായത്തില് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷോക്ക് അവൾക്ക് കിട്ടിയത്. മനു അതിന്റെ കാരണക്കാരനുമല്ലേ? സാധാരണ കല്യാണം കഴിച്ചയക്കുമ്പോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കും ഭൂമിയോളം ക്ഷമിക്കണമെന്ന്. മനുവിന്റെയും ജ്യോതിയുടെയും കാര്യത്തില് ഞാനത് മനുവിനോട് ആവശ്യപ്പെടാം. നിത്യച്ചി, കഴിഞ്ഞ 8 വർഷം അവളുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. അതിന്റെ പ്രശ്നങ്ങള് അവളുടെ ജീവിതത്തിലുണ്ട്.